ആമി പ്ലാസ്റ്റിക് എടുത്തതാ. അയ്യോ ആന്റി അമ്മയില്ല. മോനെ പ്ലാസ്റ്റിക് എടുത്തു തരുമോ? ആന്റി ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആന്റി ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നേ? മോനെ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് ഞങ്ങള് വീടുകളിൽ നിന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത പ്ലാസ്റ്റിക്കാണ് എടുക്കുന്നത്. ഈ മിൽമ പാൽ മേടിക്കുന്ന കവറൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി തരണം, അല്ലെങ്കിൽ അതിൽ പുഴു ഉണ്ടാവും. അതുപോലെ ഫുഡ് വേസ്റ്റ് അതുമൊക്കെ കഴുകി ഉണക്കി, ഫുഡ് മേടിക്കുന്നതൊക്കെ കഴുകി ഉണക്കി നമുക്ക് തരണം. നമുക്ക് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് എടുക്കാൻ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശമില്ല. അപ്പോൾ ഈ നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക്കാണ് ആൻറ്റിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ പലതരത്തിൽ സെഗ്രിഗേഷൻ ചെയ്യും. അതായത് സെഗ്രിഗേഷൻ എന്ന് വെച്ചാൽ തരംതിരിക്കും. മിൽമ കവർ വേറെ, ഇങ്ങനെയുള്ള കവറുകൾ വേറെ, ഈ കവർ വേറെ, അങ്ങനെയെല്ലാം പലതരത്തിലായിട്ട് സെഗ്രിഗേഷൻ ചെയ്ത് ഞങ്ങൾ CKC ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറ്റം ചെയ്യും. ഈ വണ്ടി ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നതാണ്. ഞങ്ങൾ പ്ലാസ്റ്റിക് വലിച്ച് കൈകൊണ്ട് ചുമന്നുണ്ടല്ലേ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഞങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. പ്ലാസ്റ്റിക് ചാക്കുകൾ നിറച്ച് കെട്ടി ഇതിൽ വെച്ചിട്ട് വലിച്ചു കൊണ്ടുപോയാണ് ഞങ്ങൾ മിനി MCF എന്നും പറഞ്ഞൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ഈ സൗകര്യം ഒരുക്കി തന്നത്. പരിസ്ഥിതി സംരക്ഷിക്കുന്നത് മൂലം അത് മാത്രമല്ല, നമ്മൾ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കൊണ്ട്, പുക ശ്വസിക്കുന്നതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളും ഒക്കെ പടരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ജനങ്ങളെയും കൂടിയൊക്കെ സംരക്ഷിക്കുന്നത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് ആൻറ്റി ചെയ്യുന്നത്. നല്ലൊരു ബോധ്യമുണ്ട് ആൻറ്റിക്ക്. അതുകൊണ്ട് അതിൽ സന്തോഷമുള്ള ഈ ജോലി ചെയ്യുന്നതുകൊണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കൂ, പരിസ്ഥിതിയെ സംരക്ഷിക്കൂ.